നമസ്കാരം. ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഒരു കുറെ പേർക്ക് ഇഷ്ടമുള്ളതും കുറെ പേർക്ക് ഇഷ്ടമല്ലാത്തതുമാണ്. എന്നാൽ അതിൻ്റെ ആന്റി ഓക്സിഡൻസും റിച്ച് ഫൈബേഴ്സും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും നമ്മൾക്ക് നല്ല 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 കാര്യങ്ങളാണ് ശരീരത്തിന് തരുന്നത്. ശരീരത്തെ ക്യാൻസറിൽ നിന്ന് തടയുന്നു. അതിനകത്തുള്ള വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ആന്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ കൂടെ ചേർന്ന് വൻകുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ തടയുന്നു, ലങ് ക്യാൻസറിനെ തടയുന്നു, ബ്രസ്റ്റ് ക്യാൻസറിനെ തടയുന്നു. അപ്പോൾ ഇത്രയും ഗുണഗണങ്ങളുള്ള ക്യാരറ്റിനെ നിങ്ങൾ ഒരു കാരണവശാലും നിരസിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ അത് റിച്ച് ഫൈബർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയും വൈറ്റമിൻ എയും വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെയും അത് ഓവറാൾ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഒരു മുറിവുണ്ടായാൽ ഉണങ്ങാൻ സഹായിക്കുന്നു. ഒരു പനി വന്നാൽ പെട്ടെന്ന് തന്നെ മാറാൻ സഹായിക്കുന്നു. പെട്ടെന്ന് ഉണ്ടാകുന്ന ഏതൊരു തരത്തിലുള്ള അസുഖത്തെയും തടയാനായിട്ട് ഈ വൈറ്റമിൻ എയും സിയും ഫൈബറും ആന്റി ഓക്സിഡൻസും ഉള്ളതുകൊണ്ട് ക്യാരറ്റിന് സാധിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും വേണ്ടുന്ന കാര്യമാണ് സ്കിൻ സംരക്ഷണം. സ്കിന്നിൻ്റെ ഏജിങ് നമുക്കുള്ള പ്രായത്തെക്കാട്ടി കൂടുതൽ ഏജാണ് സ്കിൻ കാണിക്കുന്നതെങ്കിൽ അതിനെ തടയാൻ സഹായിക്കുന്നു. ഓവറോൾ സ്കിൻ ടോണിനെ സഹായിക്കുന്നു. എനി ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസ്, പല ടൈപ്പുള്ള സ്കിൻ ഡിസീസുകളുണ്ടല്ലേ, അതിൽ എല്ലാ തരത്തിലുമുള്ള സ്കിൻ ഡിസീസുകൾ വരുന്നതിൽ നിന്നും ശരീരത്തെ തടയാൻ സഹായിക്കുന്നത് ക്യാരറ്റ് പ്രധാന പങ്ക് വഹിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ എന്തൊക്കെയാണ് ക്യാരറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവൻ ഫൈബർ റിച്ച് ആയതുകൊണ്ടും റിച്ച് ഒരു ഫുൾ ഫിൽ തോന്നിക്കുന്നത് കൊണ്ടും തന്നെയും കോൺസ്റ്റിപ്പേഷനെ തടയുന്നു. കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക് ദിവസം ഓരോ ക്യാരറ്റ് വീതം പച്ചക്കറിന് സലാഡ് പോലെ കഴിക്കാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റാണത്. പിന്നെ ഷുഗറുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകൾ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഡയബറ്റിക് ഉള്ള ആൾക്കാർ, ഡയബറ്റിക് ഷുഗറിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാരറ്റ് വേവിച്ചോ പുഴുങ്ങിയോ ഉപയോഗിക്കാൻ പാടില്ല. സലാഡ് രൂപത്തിൽ അരിഞ്ഞ് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 35 to 40 ഉള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് ഡയബറ്റിക് 1 ഡയബറ്റിക് 2 ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ ഇത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയേ ഉള്ളൂ, പ്രശ്നമല്ല. ഇന്നലെ ഞാനൊരു ആളുടെ സംസാരവുമായി രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ്. അതിൽ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നു, ക്യാരറ്റ് ഒരു കാരണവശാലും കഴിക്കരുത്, അതിനകത്ത് അടങ്ങിയിട്ടുള്ള മധുരത്തിൻ്റെ അംശം നിങ്ങളുടെ ഷുഗറിനെ കൂട്ടുകയുള്ളൂ എന്നാണ് അവർ തമ്മിൽ സംസാരിച്ചത്. ഞാനിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഞാൻ അപ്പോൾ പ്രതികരിക്കാൻ നിന്നില്ല. എനിക്ക് തോന്നി അത് ശരിയല്ലല്ലോ, അവർ തമ്മിലല്ലേ സംസാരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ക്യാരറ്റിനകത്ത് സ്വതന്ത്രമായിട്ടുള്ള ഷുഗറിൻ്റെ അംശം ചെറിയ ഒരു സ്വീറ്റനിങ് ടേസ്റ്റ് ഉള്ളത് നിങ്ങളുടെ ഷുഗറിനെ കൂട്ടുന്നുള്ളൂ. പക്ഷെ അത് നാച്ചുറൽ സ്വീറ്റ് ആയതുകൊണ്ടും പച്ചയ്ക്ക് സലാഡ് രൂപത്തിലും കഴിക്കാവുന്നത് കൊണ്ടും ക്യാരറ്റ് നമുക്ക് ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ലിവറിൻ്റെ കാര്യത്തിലെടുത്താൽ ഒരു 10 പേരെ എടുത്ത് വയറ് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ 6-7 പേർക്കോ ഗ്രേഡ് 1, 2 ലെവലിലുള്ള ഫാറ്റി ലിവർ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഫാറ്റ് മെറ്റബോളിസത്തിന്, അതായത് ലിവറിൻ്റെ ഹെൽത്തിനും ഫാറ്റ് മെറ്റബോളിസത്തിനും ഒക്കെ നല്ലതാണ് ഈ ക്യാരറ്റ്. ക്യാരറ്റിനകത്തുള്ള റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് നല്ലപോലെയുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള വേണ്ടാത്ത വസ്തുക്കളെ അരിച്ച് ലിവറും കിഡ്നിയൊക്കെ കൂടെ പ്രവർത്തിച്ചാണല്ലോ നമ്മുടെ ശരീരത്തിലെ വേണ്ടാത്ത സാധനങ്ങൾ പുറന്തള്ളുന്നത്. അങ്ങനെ കളയാൻ ഇവൻ വളരെ ഉത്തമനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് കണ്ണുമടച്ച് നമ്മൾക്ക് ഈ ക്യാരറ്റ് ഉപയോഗിക്കാവുന്നതാണ്. എസ്പെഷ്യലി ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കഴിക്കാം. ഹാർട്ടിൻ്റെ ഹെൽത്തിനെ സഹായിക്കുന്നു എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്തുണ്ടായിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ കൂടെ ചേർന്ന് നമ്മുടെ കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്തിട്ട് BP കുറയുന്നു. അപ്പോൾ ഹാർട്ടിൻ്റെ ഹെൽത്ത് നോർമലായിട്ട് അവിടെ സംഭവിക്കുന്നു. ഓക്കെ.
വെയിറ്റ് ലോസ് ചലഞ്ച് എടുക്കുന്ന ആൾക്കാർക്ക് ആവറേജ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ അത് ലോ കലോറിയാണ്, റിച്ച് ഇൻ ഫൈബർ ആയതുകൊണ്ട് തന്നെ കഴിച്ച ഉടനെ തന്നെ വയറ് നിറഞ്ഞു, ഇനി കൂടുതലൊന്നും എനിക്ക് കഴിക്കണ്ട, വയറ് ഫുള്ളായി എന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ ഈ വലിച്ചു വാരി കഴിക്കുന്ന പ്രവണതയുള്ള ആൾക്കാർക്ക് ഈ ക്യാരറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റിനെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഓവറോൾ ക്യാരറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് നല്ല സാധനമാണ്. സലാഡായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമുള്ള ആൾക്കാർക്കും രോഗമുള്ള ആൾക്കാർക്കും രോഗമില്ലാത്ത ആൾക്കാർക്കും ഒക്കെ തന്നെ ചവച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അവിടെ നഷ്ടപ്പെടും. ഗുണം നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, പഞ്ചസാരയുടെ ദൂഷ്യം ഇതിനെ സന്തുലിതമാക്കി പോകുന്നു. അപ്പം ക്യാരറ്റ് കഴിക്കുന്നതിൻ്റെ ഗുണം ഫുള്ളായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് വട്ടത്തിൽ അരിഞ്ഞ സലാഡ് രൂപത്തിലോ നീളത്തിൽ അരിഞ്ഞോ സലാഡായിട്ട് കൊടുക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക, പറയുക, തെറ്റായ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് തോന്നുന്നു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.